ബർഡ്യൂവിൻ്റെ ചിന്തയിൽ വികസിച്ച മറ്റൊരാശയമാണ് മൂലധനം. മൂലധനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സാമ്പത്തികമായ മൂലധനമാണ് ഓർമ്മിക്കുക. മാർക്സിൻ്റെ ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള വിശകലനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാനുള്ള സാഹചര്യമുണ്ട്. ബർഡ്യൂവിൻ്റെ മൂലധന ചിന്തയിൽ പെടുന്ന ഒരു ധാരയാണ് സാമ്പത്തികമായ മൂലധനം. അതിനുപരിയായി സാമൂഹികമായ ബന്ധങ്ങളും സാംസ്കാരികമായ അറിവുകളും ചേരുമ്പോൾ ആണ് ബർഡ്യൂവിൻ്റെ ആശയം കുറെ കൂടി സമ്പുഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ 1986 ഫോംസ് ഓഫ് ക്യാപിറ്റൽ എന്ന രചനയിൽ 3 പ്രധാന ശാഖകളെ പറ്റിയിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം എന്ന 3 പ്രധാന ധാരയിലേക്ക് മാറ്റി എടുത്തുകൊണ്ട് ചിന്തിക്കാനായിട്ട് കഴിയും. വേറെ ചില മൂലധനങ്ങളും ഉണ്ട്. അവ ഈ പറയുന്ന 3 ധാരകളുമായി ബന്ധപ്പെടുത്തി കാണാനായിട്ട് സാധിക്കും. സാമ്പത്തികമായ വിഭവങ്ങളുടെ ഉടമസ്ഥത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണമല്ല എന്ന് നമുക്ക് അറിയാം. അത് ഒരു ക്രയവിക്രയത്തിൻ്റെ മാധ്യമം, മീഡിയം എന്ന് മാത്രമേ കാണാൻ ആയിട്ട് കഴിയുകയുള്ളൂ. ആ റിസോഴ്സസാണ് ശരിക്കുള്ള മൂലധനം. ഭൗതികമായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള വിഭവങ്ങളാണ് ശരിക്ക് ഉള്ള മൂലധനം. അവയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പണം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പുരാതന മനുഷ്യൻ്റെ മൂലധനത്തിൽപ്പെട്ടിരുന്നതാണ് അവൻ്റെ അമ്പും വില്ലും. അതൊരു മൂലധനമായിരുന്നു. അതുപോലെ ഗോത്രവർഗക്കാരുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും മൃഗസമ്പത്താണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള മൂലധനം. നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് മസായി എന്ന ആഫ്രിക്കൻ ഗോത്രവർഗത്തെപ്പറ്റി. അവരുടെ മൂലധനം എന്ന് പറയുന്നത് മൃഗസമ്പത്താണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കാർഷിക സമൂഹങ്ങളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ കാർഷിക വിഭവങ്ങളാണ് അവരുടെ സമ്പത്ത്. നമുക്ക് മോഡേൺ സമൂഹത്തിൽ പലതരത്തിലുള്ള ഭൗതിക സമ്പത്ത് ഉണ്ട്. പല രീതിയിൽ നിലകൊള്ളുന്ന, പല വ്യവസ്ഥയിൽ നിലകൊള്ളുന്ന സമ്പത്തുണ്ട് എന്ന് നമുക്ക് കാണാം. പലപ്പോഴും അത് ഷെയറുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ ആയിരിക്കും നിലകൊള്ളുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, ബിസിനസ്സിലുള്ളതാവാം, അതുപോലെ തന്നെ വ്യവസായത്തിലുള്ളതാവാം. അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്തെ സാമ്പത്തിക മൂലധനത്തെ പറ്റി പറയുമ്പോൾ ഓർക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് സാമ്പത്തിക മൂലധനത്തിൻ്റെ ഏതാണ്ട് ഒരു
വിശദീകരണം എന്ന് നമുക്ക് പറയാം. ഈ മൂലധനത്തേക്കാൾ ഉപരി പ്രാധാന്യം കൊടുത്തത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തരത്തിലുള്ള മൂലധനത്തിനാണ്. അതിൽ രണ്ടാമതായി വരുന്നതാണ് സാമൂഹിക മൂലധനം, അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ. ഇത് സാമൂഹിക ബന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലധനമാണ്. ഒന്നുകൂടി വിശദമാക്കിയാൽ, സാമൂഹികമായ ശൃംഖലയിലെ അംഗമെന്ന നിലയിൽ ഏജൻറ്റിന് കൈവരുന്ന യഥാർത്ഥമോ അല്ലെങ്കിൽ അയഥാർത്ഥമോ, റിയൽ ഓർ വിർച്വൽ ആയ വിഭവങ്ങളാണ്. ഇതാണ് ബോർദിയുവിൻ്റെ സാമൂഹിക മൂലധനത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. അതിന് ഈ പറയുന്ന ബന്ധങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയാം. അതിൽ ഒന്നാമതായിട്ടുള്ളത്, ഇതൊരു നിയതമായിട്ടുള്ള ബന്ധമായിരിക്കണം. വെറുതെ വന്നു പോകുന്നു എന്നുള്ള തരത്തിലുള്ള ബന്ധമായിരിക്കുകയില്ല. റോഡ് സൈഡിൽ വെച്ചിട്ട് രണ്ടുപേർ കൂട്ടിമുട്ടുന്നു, രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു ചെറിയ ബന്ധം, കുറേ സമയത്തേക്കുള്ള ഒരു ബന്ധം, അതുപോലുള്ള വരുന്നു പോകുന്നു എന്നുള്ള ബന്ധമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് നിയതമായിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് ആയിരിക്കണം എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ ബന്ധങ്ങളിൽ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ക്യാപിറ്റൽ, മൂലധനം, നിലവിലുള്ളതോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതോ ആയ മൂലധനമായിരിക്കണം. അല്ലാതെ നമ്മൾക്കില്ലാത്തതായിട്ടുള്ള സംഗതി കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്നർത്ഥം. മറ്റൊന്നു കൂടി പറയേണ്ടത്, ആരൊക്കെയാണോ ഈ കൈമാറ്റത്തിൽ ബന്ധപ്പെടുന്നത് അവരുടെയൊക്കെ സമ്മതം ഉണ്ടായിരിക്കണം ഈ കൈമാറ്റത്തിന്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹിക മൂലധനത്തെ സംബന്ധിച്ചുള്ളത്. സാമൂഹിക മൂലധനത്തെ പറ്റി പറയുമ്പോൾ അതിന് ആളുകളെ ഒരുമിപ്പിക്കാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്. ഒരു നെറ്റ്വർക്കാക്കി എടുക്കാനായിട്ടുള്ള കഴിവുണ്ട് സാമൂഹികമായിട്ടുള്ള മൂലധനത്തിൽ. ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലായിരിക്കും ഈ സാമൂഹിക മൂലധനത്തിൻ്റെ ക്രയവിക്രയങ്ങളും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും, അധികാര ലബ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യമെടുക്കാം. അവരുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിപുലമാണ്. അതുപോലെ തന്നെ വളരെ അടുപ്പമേറിയതും ആണ് എന്ന് കാണാൻ കഴിയും. അത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ശക്തി നൽകുന്നതിന്, അധികാരം നൽകുന്നതിന് അവർക്ക് സാധിക്കും. ഈ മൂലധനത്തിൽ കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും.
അടുത്ത മൂലധനത്തിൻ്റെ ധാര എന്ന് പറയുന്നത് സാംസ്കാരിക മൂലധനമാണ്, അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിവിധ മേഖലകളിലുള്ള അറിവ്, വിജ്ഞാനം, വളരെ വിപുലമായിട്ടുള്ള വിജ്ഞാനം ഉള്ളവർക്ക് കൂടുതൽ കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മേഖലയിൽ വരുന്നതാണ് പരമ്പരാഗതമായിട്ടുള്ള അറിവ്, പഴമയിൽ നിന്ന് വന്നിട്ടുള്ള അറിവ്, ചരിത്രപരമായിട്ടുള്ള അറിവ്, അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം ഈ മേഖലയിൽ വരുന്നതാണ് എന്ന് നമുക്ക് കാണാം. ഇതെങ്ങനെ ഒരു ഏജൻറ്റിന് കൈവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന പ്രതിഭാസത്തിലൂടെയാണ്. നമുക്കറിയാം, അതിലേറ്റവും കൂടുതൽ ഭാഗമാക്കാവുന്നത് വിദ്യാഭ്യാസമാണ്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ ഒരു ഏജൻറ്റിന്, ഒരു വ്യക്തിക്ക് നല്ല സംസ്കാരം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ മറ്റൊന്ന് കൂടി നമുക്ക് പറയേണ്ടതായിട്ട് ഉണ്ട്. സാംസ്കാരിക മൂലധനത്തിന് ഹാബിറ്റസിനെ സൃഷ്ടിക്കാനായിട്ട് കഴിയും. ഹാബിറ്റസ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് വരാൻ പോകുന്ന അവസരത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. അത് ഒരു ഏജൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ എന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് പറയാം. അതിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ പറയുന്ന ഹാബിറ്റസ്. അത് ആന്ത്രപ്പോളജി ശാസ്ത്രമേഖലയിലും വളരെ അധികം ചിന്തകൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. കാരണം അവിടെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന സാംസ്കാരികമായിട്ടുള്ള മൂലധനത്തിൻ്റെ പ്രതിഫലനങ്ങളായിരിക്കും ഹാബിറ്റസ് എന്നാണ്. എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഓരോ പെരുമാറ്റങ്ങളും. ഇപ്പോൾ വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നീന്തുന്നതിൻ്റെ രീതി പോലും ഈ പറയുന്ന സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കുമെന്നാണ് നരവംശാസ്ത്രജ്ഞന്മാരുടെ പ്രപ്പോസൽ. അത്ര എല്ലാ കാര്യങ്ങളിലും ഈ കൾച്ചറൽ ക്യാപിറ്റലിന് ബന്ധം ഉണ്ടായിരിക്കും. എങ്ങനെ സംസാരിക്കണം, ആ സംസാരത്തിൻ്റെ ആക്സെൻറ്റ്, അതുപോലെ ഡയലക്റ്റ്, ഏറ്റക്കുറച്ചിലുകൾ, സംസാരത്തിൻ്റെ നീട്ടലുകൾ, സംസാരത്തിൻ്റെ ലഘൂകരിക്കൽ, ഇങ്ങനെയുള്ള ആക്സെൻറ്റ്, എല്ലാം തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിയുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ പെർഫോമൻസസും എല്ലാം ഈ പറയുന്ന സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഒരു പരിധിവരെ മാതാപിതാക്കൾ പകർന്നു കൊടുക്കുന്നതാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ചൈൽഡ് സോഷ്യലൈസേഷൻ്റെ കാലത്ത്. മറ്റൊരു ലെവലാണ് അഡൽട്ട് സോഷ്യലൈസേഷൻ. അവിടെയാണ്
വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള അനുഭവങ്ങളും കടന്നു വരും. ഇതെല്ലാം കൂടി വരുന്നതാണ് ഹാബിറ്റസ് ആയിട്ട് മാറുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അത് നമ്മൾക്ക് വീണ്ടും വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഈ പറയുന്ന സാംസ്കാരിക മൂലധനത്തിന് തന്നെ, കൾച്ചറൽ ക്യാപിറ്റലിന് തന്നെ പല ശാഖകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തത് നമുക്ക് പറയാവുന്നത് വ്യക്തിയിൽ ഉൾക്കൊള്ളുന്ന കൾച്ചറൽ ക്യാപിറ്റലാണ് സാംസ്കാരികമായിട്ടുള്ള മൂലധനം, അല്ലെങ്കിൽ എംബോഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് കഴിയും. രണ്ടാമതൊന്നുള്ളത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടതാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറൽ ക്യാപിറ്റൽ. മൂന്നാമത്തത് ആണ് മൂർത്തമായ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഓരോന്നും എന്താണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ ഹ്രസ്വമായിട്ടുള്ള ചിന്തകൾ നടത്താൻ ശ്രമിക്കാം. അതിൽ എംബോഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജൻറ്റിന് അറിവോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അറിവില്ലാതെ തന്നെയോ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന മൂലധനമാണ്, സംസ്കാര മൂലധനമാണ് ഈ പറയുന്ന എംബോഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏജൻറ്റിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് കിട്ടുന്നത്. ആ സ്വാംശീകരണമാണ്, സാമൂഹ്യവൽക്കരണത്തിൽ കൂടിയിട്ട് ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന, ഏജൻ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സ്വാംശീകരണമാണ് ഈ എംബോഡീഡ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണാനായിട്ട്. അവിടെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം ഉൾപ്പെട്ടിരിക്കും എന്ന് പറയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹാബിറ്റസുമായിട്ട് വളരെ ഏറെ ബന്ധമുണ്ട്. ആ ബന്ധം ഉള്ളതുകൊണ്ട് ഹാബിറ്റസ് ഈ പറയുന്ന സാംസ്കാരിക മൂലധനവുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ സാംസ്കാരിക മൂലധനത്തിന് വർധനവുണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. കാരണം നമ്മൾ ഹാബിറ്റസിനെ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഒരു ആശയത്തിൽ നിന്നും മറ്റൊരാശയത്തിലേക്ക് ഇടകലർന്നുള്ള ചിന്തകൾ വേണ്ടി വരുന്നു. ഹാബിറ്റസ് എന്ന് പറയുന്നത് ഘടനാവൽകൃതമായിട്ടുള്ള, അതേ സമയത്ത് ഘടനാവൽക്കരിക്കുന്ന പ്രതിഭാസങ്ങളാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, സ്ട്രക്ചറിങ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന ഹാബിറ്റസ്. അപ്പോൾ ഇത് സാംസ്കാരിക മൂലധനവുമായിട്ട് വളരെ ഏറെ ഗാഢമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതേസമയത്ത് സ്ട്രക്ചറിങ് ആയിട്ടുള്ള ഹാബിറ്റസ് കൾച്ചറൽ ക്യാപിറ്റലിന് വളരെ ഏറെ സംഭാവനകൾ നൽകും എന്ന് മനസ്സിലാക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള
വിശദീകരണവും നമുക്ക് മറ്റൊരു വരാൻ പോകുന്ന അവസരത്തിലേക്ക് മാറ്റിവെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന സാംസ്കാരിക മൂലധനത്തിന് വളർച്ച സാധ്യമാണ്. അതുകൊണ്ടാണ് വ്യക്തി പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് സാംസ്കാരിക മൂലധനത്തിൻ്റെ പൂർണ്ണത വരുന്നത്. അതുപോലെ തന്നെ ആ അവസ്ഥയിലെത്തിയാൽ തന്നെ വീണ്ടും അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിശേഷമുണ്ട്. പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ചൈൽഡിൻ്റെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ അഡൽട്ട് സോഷ്യലൈസേഷൻ എന്നുള്ള മറ്റൊരു സ്റ്റേജുമുണ്ട്. ഇങ്ങനെ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്നുള്ളത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ കൂടിയിട്ടാണ് നമ്മളുടെ സാംസ്കാരിക മൂലധനത്തിന് സംഭാവന ലഭിക്കുന്നത്. അതിൽ ഈ പറയുന്ന ഹാബിറ്റസ് ഇടപെടുന്നുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. ചില ആശയങ്ങൾക്ക് വേണ്ടി സാംസ്കാരിക മൂലധനം ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയാം. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ സംസ്കാരവുമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മൂലധനമുള്ള ആളുകളുമായിട്ട് ഞാൻ ഒത്തുചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും. അതെൻ്റെ ഒരു പ്രിൻസിപ്പിളായിരിക്കും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ദയാഭായി എന്ന് പറയുന്ന ഒരു മഹതിയുണ്ട്. അവർ ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു മഹതിയാണ്. അവരുടെ ഇപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഗോത്രവർഗത്തിൻ്റെ രീതിയാണ്. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പം ആ കൾച്ചറൽ ക്യാപിറ്റൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേത് എന്നുള്ള തോന്നലുണ്ടാകത്തക്കവണ്ണം സ്വീകരിക്കുന്നത് ആണ് എന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള ചില ഇൻസ്റ്റൻസസ്, സംഭവങ്ങൾ ഈ കൾച്ചറൽ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള വ്യക്തികൾ ആ പ്രത്യേക രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള മൂലധനം വളർത്തിയെടുക്കാനായിട്ടും ആ സംസ്കാരത്തിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കാനുമായിട്ട് ഇടവരുന്നു, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളത്. അതും ഒരു തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള മൂലധനത്തിൻ്റെ വളർച്ച ആണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടവരായിരിക്കാം, എങ്കിലും അവർ വളരെ ലഘുവായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കുന്നവരായിരിക്കും. അതും ചില ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില ആളുകൾ നമുക്കറിയാം വളരെ റിമോട്ടായിട്ടുള്ള ഉൾപ്രദേശത്തിൽ അവർ ജീവിക്കും. അവർ ആ സമൂഹത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ലളിത ജീവിതം നയിക്കുന്നതായിട്ട് കാണാം. പക്ഷെ അവർ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിൽ നിൽക്കാൻ കഴിയുന്നവരായിരിക്കും. പക്ഷെ അവരത് ആ രീതിയിലേക്ക് പോകുന്നില്ല. ഇതുപോലുള്ള ആദർശപരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഈ പറയുന്ന സംസ്കാര രീതികളെ, സാംസ്കാരിക മൂലധനത്തെ സ്വന്തം ആക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. ഇനി നമുക്ക് മൂലധനത്തിൻ്റെ അടുത്ത ധാര എന്താണെന്ന് നോക്കാം. അതാണ് ഒബ്ജക്റ്റിഫൈഡായിട്ടുള്ള, മൂർത്ത രൂപത്തിലുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
അവയിൽ സാമഗ്രികൾ പെടുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. മെച്ചപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ട് സിമ്പിളായിട്ടുള്ളത് മെച്ചപ്പെട്ടതല്ല എന്ന് ഞാൻ ധ്വനിപ്പിക്കുന്നില്ല. അതുപോലുള്ള സാധനങ്ങൾ. കാറ് ഒരു മൂലധനമാണ്. ഈ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു മൂലധനമാണ്. ആ വ്യക്തിയുടെ പല രീതിയിലുള്ള കഴിവും സ്റ്റാറ്റസും പ്രസ്റ്റീജും ഓണറും ഒക്കെ അതിൽ മിക്കവാറും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ തരത്തിലുള്ള മൂലധനത്തിൻ്റെ, ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള മൂലധനത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും സ്റ്റാറ്റസും പ്രസ്റ്റീജും ഒക്കെ പുറത്ത് വരിക. അല്ലെങ്കിൽ ഇത് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മൂലധനങ്ങളെ, ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള മൂലധനങ്ങളെ സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. അത് ഒരു തരത്തിൽ പറഞ്ഞാലുള്ള പ്രകടനപരത എന്ന് പറയാം. എപ്പോഴും നമ്മൾ പറയും കേരളീയരായിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. കാരണം വളരെ കുറച്ച് മൂലധനം ഉള്ള ആളുകൾ പോലും വളരെ വലിയ രീതിയിലുള്ള ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള സംസ്കാരത്തെ പുണരുന്നതിന് ശ്രമിക്കും. ചെറിയ കാറ് പോരാ, വലിയ കാറ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്റ്റാറ്റസും പ്രസ്റ്റീജും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി, പ്രകടനപരതയ്ക്ക് വേണ്ടി ഇതുപോലുള്ള ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള സംഗതികളെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് പല സംസ്കാരങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇത് വ്യക്തമാണ്. ക്രയവിക്രയം നടത്താനായിട്ട് കഴിയും. അതുകൊണ്ട് മൂലധനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഈ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള മൂലധനത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ഒബ്ജക്റ്റിഫൈഡ് ആയിട്ടുള്ള മൂർത്ത രൂപത്തിലുള്ള മൂലധനത്തെ മനസ്സിലാക്കണം എങ്കിൽ ചരിത്രവും അതുപോലെ തന്നെ സംസ്കാരവും അറിയേണ്ടതായിട്ട് വരും. ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പഴക്കമുള്ള ഒരു നടരാജ വിഗ്രഹം. ആ നടരാജ വിഗ്രഹത്തെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കണം. അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് കടക്കണം. അല്ലാതെ അത് വെറും ഒരു മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ വെറും ഒരു മൂർത്തഭാവത്തിലുള്ള ഒരു പൊസഷൻ അല്ല, ഒരു സമ്പത്ത് അല്ല. അങ്ങനെ കാണാൻ സാധിക്കുകയുമില്ല. കാരണം വളരെ അതിൻ്റെ തൂക്കി വയ്ക്കുമ്പോൾ ചെറിയ വിലയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ മൂല്യമുള്ളതായിരിക്കും. പക്ഷേ അതിന് വലിയ മൂല്യം കിട്ടുന്നത് ഈ ചരിത്രപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൂടിയിട്ട് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, അതിൻ്റെ എസ്തെറ്റിക്സ്, സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന് ഈ പറയുന്ന ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ടായിരിക്കണം. നടരാജ വിഗ്രഹത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള എസ്തെറ്റിക്സ് എന്ത്, അതുണ്ടാക്കിയ ആളുടെ ആശയങ്ങൾ, അതുണ്ടാക്കിയ ആളുടെ മാനസികാവസ്ഥ, അതുണ്ടാക്കിയ ആളുടെ കരവിൽ, ഇതെല്ലാം അതിൻ്റെ സൗന്ദര്യത്തിൽ കാണാനായിട്ട് കഴിയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കണമെങ്കിൽ ആ തരത്തിലുള്ള മാനസികാവസ്ഥ, അറിവ്, സംസ്കാരം ഉള്ള ആളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇതുപോലുള്ള വിഗ്രഹങ്ങളെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള മനസ്സ് ഉണ്ടാവുകയില്ല. കാരണം അതിൻ്റെ വില
അത്രമാത്രം ആണെന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട മൂലധനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ. ഇവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളുടെ അംഗീകാരമാണ്. ആ അംഗീകാരത്തിൻ്റെ മൂല്യമാണ് അതിൻ്റെ വിഭവം എന്ന് പറയുന്നത്. സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന ബിരുദം, അത് ഈ പറയുന്ന മൂലധനത്തിൽ പെട്ടതാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫ്രഞ്ച് ചിന്തകന്മാരും ഇക്കോൾ നോർമൽ സുപ്പീരിയർ എന്ന ENS എന്ന സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ജയൻസിൻ്റെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് ഈ പറയുന്ന സ്ഥാപനം. അപ്പോൾ അതിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ വിലപ്പെട്ട ഒരു മൂലധനമായിട്ട് കാണേണ്ടതായിട്ട് വരും. അവിടെ അതുപോലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് ഏജൻറ്റിന്, വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്, പല തരത്തിലുള്ള നല്ല പ്രൊഫഷനുകളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു വ്യക്തിയുടെ അന്തസ്സ് കൂട്ടുന്നതിനും ഈ പറയുന്ന തരത്തിലുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ടുള്ള കൾച്ചറൽ ക്യാപിറ്റൽ കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ വില, സ്ഥാപനവൽക്കരിക്കപ്പെട്ട കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ വില നമുക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോലി കിട്ടുന്നതിന് അഭിമുഖത്തിന് ചെല്ലുന്നു. അപ്പോൾ അഭിമുഖത്തിന് ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഡിമാൻഡ് പറയുന്നു. ഈ പറയുന്ന വ്യക്തി അയാളുടേതായിട്ടുള്ള കഴിവുകൾ അവരുടെ മുന്നിൽ വയ്ക്കുന്നു. ആ തരത്തിലുള്ള ഒരു ക്രയവിക്രയം നടക്കും. ആ ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വ്യക്തിയുടെ ബഹുമുഖമായിട്ടുള്ള ക്യാപിറ്റൽ, മൂലധനം വർദ്ധിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.